ഒരിക്കൽ കൂടി വരുന്നു നമുക്കൊപ്പം. വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഇപ്പോൾ ഇതാ DC ബുക്സ് ആ പ്രകാശനം നീട്ടിവെച്ചിരിക്കുന്നു. അങ്ങ് പറഞ്ഞത് സത്യമായി വരുന്നോ? അല്ല, എന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവരാരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ നീട്ടിവെക്കാൻ? ഇപ്പോൾ എന്റെ പുസ്തകം ഞാനല്ലേ പ്രസാദനം ചെയ്യിക്കേണ്ടത്. ഞാൻ ഒന്ന് വായിക്കട്ടെ. DC ബുക്സ് എഴുതിയിരിക്കുന്നത് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള അതിന്റെ മേക്കിങ്ങിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ്. താങ്കൾ എഴുതാത്ത താങ്കളുടെ ആത്മകഥ എങ്ങനെ DC ബുക്സ് പ്രസിദ്ധീകരിക്കും? അവരെങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടില്ല. അവര് എഴുതി തയ്യാറാക്കി അവർക്കെന്തോ താല്പര്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണിത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം. അപ്പൊ അതുകൊണ്ട് ഇത് അവരെ അധികാരപ്പെടുത്താത്ത കാര്യം ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പ്രകാശനം ചെയ്യാൻ ഞാനല്ലേ എഴുതിയ ആള്. പക്ഷെ അവരെ കരാറ് പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അങ്ങനെ കരാറ് പുറത്തുവിടാൻ പറ്റുമോ? ആരുമായിട്ട് കരാറ്? ആരുമായിട്ട് കരാറ്? താങ്കൾ ഒപ്പിട്ടൊരു കരാർ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല. ഉറപ്പാണ്? പിന്നെന്താ, ഞാനങ്ങനെ ഒരു കരാർ ഒപ്പിട്ട് കൊടുക്കുവോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ DC ചെയ്തിരിക്കുന്നത് കാര്യം 12 മണിക്കൂർ മുമ്പ് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ പരസ്യം കൊടുത്തിട്ടുണ്ട്. ചില അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഉടൻ വരുന്നു DC ബുക്സിലൂടെ എന്നാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത്. 12 മണിക്കൂർ മുമ്പ് കൊടുത്തതാ. താങ്കളെ ടാഗ് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ പേര് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അതിൽ പരസ്യം കൊടുത്തിരിക്കുന്നത് 12 മണിക്കൂർ മുമ്പ്. അതെ, ആരെങ്കിലും അധികാരപ്പെടുത്തണ്ടേ? ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടില്ല. ഞാൻ മാതൃഭൂമിക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരുമായിട്ട് പ്രസിദ്ധീകരിക്കാൻ അവരെന്നോട് ചോദിച്ചതിനുള്ള ബന്ധമല്ലാതെ വേറെ ഒരു ബന്ധവും അവരായിട്ട് എനിക്കില്ല. ഈ കോപ്പി താങ്കൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടില്ല? ഞാൻ ഒരാൾക്ക് ഒരു കോപ്പി അയച്ചു കൊടുത്തില്ല. ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേശ്ശെ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഒന്ന് എഡിറ്റ് തയ്യാറാക്കാൻ വേണ്ടിട്ട് കൊടുക്കും, ടൈപ്പ് ചെയ്യാൻ. അതല്ലാതെ വേറെ ഒരാൾക്ക് ഈ കോപ്പി തയ്യാറാക്കി കൊടുത്തിട്ടില്ല. അതിന്റെ മുഖചിത്രം തന്നെ ഞാൻ ഇന്നാ കാണുന്നത്. മനസ്സിലായി. അത് DC ബുക്സിലെ ആർക്കെങ്കിലും ആണോ താങ്കൾ ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്, അതോ താങ്കളുടെ? അല്ലല്ല, DC ബുക്സിലാണ്. എനിക്ക് അവരെ ആരെയും അറിയില്ല. രവീനെ മാത്രമേ എനിക്ക് ഒരു പരിചയമുള്ള ഒരാളുള്ളൂ. വേറെ ആരെയും എനിക്കറിയില്ല. ഞാൻ അവരാരും കണ്ടിട്ടുമില്ല. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന 181 പേജുള്ള ആ പ്രിന്റ് താങ്കൾക്ക് കിട്ടിയിരുന്നോ? ഇപ്പൊ 200 പേജിലോളം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് തീർന്നിട്ടില്ല? ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല? ഇല്ലെന്ന്, ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണത്. പൂർത്തിയായില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ആകെ ഒന്ന് നോക്കി ലൈഫിൽ വിട്ടുപോയ ഭാഗമുണ്ടോ നോക്കി അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഫൈനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതുമായില്ല, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം. മനസ്സിലായി. ഞാൻ അതിനകത്തൊരു ക്ലാരിറ്റി വരുന്നത് കാര്യം ധാരാളം ആളുകൾ 30-35,000 ആളുകൾ ഓൺലൈനിലും നമ്മുടെ ടെലിവിഷൻ ചാനലിന് മുന്നിലുമുണ്ട്. ഇന്ന് വോട്ടിംഗ് നടക്കുകയാണല്ലോ. അതുകൊണ്ട് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ഇടതുമുന്നണിയിലെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം സ്പെസിഫിക്കായി ചോദിക്കാം. അതിലൊന്ന് ഈ DC ബുക്കുമായി താങ്കളുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു കരാറിൽ ഒരിടത്തും താങ്കൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ശരിയല്ലേ? ഒരു കരാറിലും ഒരു സ്ഥലത്തും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇതിന്റെ ഉള്ളടക്കത്തിൽ 181 പേജുകളിലുള്ള ഉള്ളടക്കത്തിൽ ഒന്നും താങ്കൾ എഴുതാത്തതാണോ, അതല്ല അതിൽ പലതും എഴുതിയിട്ടുണ്ട്, അതിൽ പക്ഷേ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണോ? ഈ പേജ് തന്നെ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഈ 181 ഞാൻ അറിയുന്നത്. എനിക്ക് അതും അറിയില്ല. ഇതെല്ലാം എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്നിപ്പോ ടെലിവിഷനിൽ വന്നിരിക്കുന്ന വാർത്ത അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല, പുസ്തകത്തിലില്ല, ഞാൻ എഴുതിയതിലില്ല. ഓക്കെ, ഇതിൽ സരിനെ കുറിച്ച് മറുകണ്ഠം ചാടൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. ഈ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് അല്ലെന്ന് അത് ഇപ്പോഴും വരുന്നതല്ലേ? അതെ, ആ ഇലക്ഷൻ കഴിഞ്ഞില്ലല്ലോ. അതെ, ആ ഭാഗത്ത് താങ്കൾ തന്നെ പറയുന്നുണ്ട് സംസ്ഥാനത്ത് ആ ഭാഗം ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം.
അങ്ങനെ എഴുതിയിട്ടില്ല. അത് ഞാൻ അങ്ങനെ എഴുതിയിട്ടേ ഇല്ല. ഈ പറയുന്ന ഒന്നും ഞാൻ എഴുതിയതല്ല, ഞാൻ എഴുതിയിട്ടില്ല, ആ പുസ്തകത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റമാണ്. അതിന്റെ നിയമ നടപടികൾ ഞാൻ ആലോചിക്കുകയാണ്. ഈ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ പി ഞാൻ പറഞ്ഞാൽ ഈ പറയുന്നതൊന്നും ഞാൻ എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതിലുള്ളതല്ല. ഈ പരസ്യം ഇങ്ങനെ ഒരു പുസ്തകം അത് വായിച്ച് ഫൈനലൈസ് ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ PV അൻവറിനെ കുറിച്ച് അൻവർ അതിലൊരു അൻവർ ഇപ്പോൾ എന്നോട് പ്രതികരിച്ചത് താങ്കൾ ഒരിക്കലും PV അൻവറിനെ കുറിച്ച് അങ്ങനെ എഴുതില്ല എന്നാണ്. അല്ല, ഞാൻ എഴുതി ഈ പറയുന്ന ഇന്ന് വന്ന വാർത്തകളൊന്നും ഞാൻ എഴുതിയതല്ല. ഈ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നും താങ്കൾ എഴുതിയിട്ടില്ല. അയ്യോ, ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ല. അത് ഞാൻ അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കുക ഏതായാലും. അപ്പൊ എല്ലാ കാര്യം മനസ്സിലാവും. ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഉള്ള കാര്യം അടിയന്തരമായി പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അധികം താമസിക്കുന്നില്ല, അടിയന്തരമായി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് DC ബുക്സിനല്ല കൊടുക്കുക, DC ബുക്സ് ആയിരിക്കില്ല പ്രസിദ്ധീകരിക്കുക. എന്നോട് DC ബുക്സുകാരും മാതൃഭൂമിക്കാരും ചോദിച്ചിരുന്നു. ശശി എന്നോട് നേരത്തെ എന്നെ വിളിച്ച് അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞിരുന്നു. P. ജയരാജന്റെ പുസ്തകം അവരാ പ്രസിദ്ധീകരിച്ചിരുന്നത്, അതും അവരെന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന നിലയിൽ താങ്കളെ കൂടി പ്രതിരോധത്തിലാക്കി DC-യുടെ ഒരു നീക്കമായിരുന്നോ ഇത്? ഇത് യഥാർത്ഥത്തിൽ ഈ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ്. ഒന്ന്, എന്നെ വ്യക്തിഹത്യ നടത്തുക. അതിന് ചില സമയങ്ങള് ചിലർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ ഒരു ചാനലിൽ, 1 2 3 ചാനലിൽ ഈ അവിടെ പണം പിടിച്ചല്ലോ ചേലക്കരയിൽ. അതിൽ എന്റെ പേര് വലിച്ച നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല. CC ജയനുമായി ബന്ധപ്പെട്ട്. അതെ, ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല. എനക്കടുത്ത ഒരു കാര്യം അറിയില്ല. ഞാൻ പോയത് വയനാട്ടിലായിരുന്നു. അതെ, അതാണ് പ്രചരണം. ഇത് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും 1.5 കൊല്ലം മുമ്പ് എന്നെ വന്ന് കണ്ട് ഞാൻ പറഞ്ഞ കാര്യം അന്ന് തെരഞ്ഞെടുപ്പിൽ വാർത്തയാക്കി വെച്ചത്. ഇനി താങ്കൾ ടൈപ്പ് ചെയ്യാൻ കൊടുത്തയാളുടെ കയ്യിൽ നിന്ന് ചോർന്നിട്ടുണ്ടാവോ? അതിനൊന്നും ചോരാനൊന്നും സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഇവരിപ്പോ അവരെന്തെങ്കിലും ഈ ടൈപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്ന അവരെ കയ്യിൽ നിന്ന് നോക്കട്ടോ വാങ്ങി അവർക്കത് സ്വന്താക്കാനുള്ള, അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാൻ ഒരു മുൻകൈ എടുത്തെന്തെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള വഴിയിട്ടൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, EP അന്തിമ അനുമതി നൽകിയിട്ടില്ലെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കാം. ഈ കോപ്പി കണ്ടു ബോധ്യപ്പെട്ട് ഞാൻ അന്തിമാനുമതി നൽകുന്നു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാത്തിടത്തോളം കാലം അത് പുറത്തു വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം താങ്കൾക്കില്ല. ഞാൻ അങ്ങനെ ഒരാൾക്കും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. കാരണം ഇത് ഫൈനലൈസ് ചെയ്തിട്ടില്ലെന്നേ. മനസ്സിലായി. ഇത് പൂർത്തീകരിച്ചില്ല, നമ്മുടെ പുസ്തകം പൂർത്തീകരിച്ചില്ല. മാത്രമല്ല അത് ഫൈനൽ കോപ്പി കിട്ടുമ്പോ അതിൽ ചിലത് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് തോന്നിയാൽ ആ സമയത്ത് അങ്ങേക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം അല്ലേ? ഞാനത് ഫൈനലൈസ് ചെയ്യണമെങ്കിൽ ആകെ ഒന്ന് വായിച്ച് കാര്യങ്ങള്, കാരണം ഇപ്പൊ അതിങ്ങനെ ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് എഴുതുകയല്ലേ. അത് എഴുതിയതങ്ങ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു. ഇതെല്ലാം കൂടി വന്ന് എഡിറ്റ് ചെയ്ത് എല്ലാം ഒന്നിച്ചാക്കിയിട്ടല്ലേ പിന്നെ ആലോചിക്കുക. അതായത് ഈ തിരഞ്ഞെടുപ്പ് ദിവസം LDF-നെയും പാർട്ടിയെയും താങ്കളെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കൂടിയാണോ ഇത്? ആണത്. അതെ, തീർച്ചയായും അതെ. സരിനെതിരെ പറയുന്നു, ഈ സർക്കാരിനെതിരെ പറയുന്നു, പാർട്ടിക്കെതിരെ പറയുന്നു എന്ന പ്രതീതി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാനിക്കുലേറ്റ് ചെയ്തതാണിത്, രാഷ്ട്രീയ ഗൂഢാലോചന. അതെ, തീർച്ചയായും. താങ്ക് യു EP അത് വ്യക്തമാക്കിയതിൽ. ഞാൻ ഈ വാർത്ത ഡെവലപ്പ് ചെയ്ത EP വിളിക്കാം, കാരണം ഇന്നത്തെ ദിവസം അതായതുകൊണ്ടാണ്, തിരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവാൻ പാടില്ല. താങ്ക് യു EP പറയുന്നതനുസരിച്ച് ഒരു കാര്യം വ്യക്തമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് EP എഴുതിയതല്ലെങ്കിൽ, EP ഇത് അന്തിമാനുമതി ഈ പ്രസാധക സംഘത്തിന് DC ബുക്സിന് നൽകിയിട്ടില്ലെങ്കിൽ ഈ ഉള്ളടക്കം ചോർന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നത് വളരെ വ്യക്തമാണ്.